ഡീസൽ ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി. അതൊന്നും അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹരീഷ് കല്യാണിന്റെ പടം ഡീസൽ. സോ ഹരീഷ് കല്യാണിനെ അറിയാത്തവർക്ക് റീസെന്റ് ആയിട്ട് സ്ക്രിപ്റ്റ് സെലക്ഷനിലും അങ്ങേര് വൻ കിടുവായിരുന്നു. ലബർ പന്ത്, പാർക്കിംഗ്, വേറെ ഒന്നും വേണ്ട. സോ എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. കാരണം ആള് ഈ മറ്റേ പെർഫോമൻസിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇതിൽ വില്ലനായിട്ട് നമ്മുടെ വിനയ് റായ് ആണ്. വിനയ് റായ് എവിടെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ അങ്ങേര് കിടു പെർഫോമൻസ് ആയിരിക്കും. തുപ്പരിവാലൻ, ഇവൻ ഐഡന്റിറ്റിയിൽ വരെ അങ്ങേര് കിടുവായിരുന്നു. ഡോക്ടർ, ആളുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അനന്യയായിരുന്നു. സോ അനന്യയെ പറ്റി പറയണം. അനന്യ ഏത് നേരം എണ്ണുങ്ക എത്ര വരെ എണ്ണണം? 1 2 3 4 5 അതാ 6 7 8 9 10. എന്റെ പൊന്ന അണ്ണ, നിങ്ങൾ ഒന്ന് 10 വരെ എണ്ണീണ്ട് വെച്ചാൽ നമുക്കെങ്കിലും സുഖമായിട്ടിരിക്കുകയായിരുന്നു. എണ്ണുങ്ക പറഞ്ഞിട്ട് വെറുപ്പിച്ചിട്ട്. സോ ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൂവീസ്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് ജമ്പ് ഇൻ ടു ഓൾ ദീസ് ഷിറ്റ്സ്. സിനിമ കിട്ടിയില്ല അല്ലെങ്കിൽ സിനിമ ഇല്ല പറഞ്ഞിട്ട് ഇജാതി ഷിറ്റ്സ് അല്ലെങ്കിൽ ചാണക്കുള്ളിൽ ചാടേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് റോളാണ് അനന്യക്കുള്ളത്. അനന്യ അപ്പൻ പറഞ്ഞ മറ്റേ സണ്ണി വെയിന്റെ പടത്തിൽ കിഡു കംബാക്ക് നടത്തി, കിഡു പെർഫോമൻസ് നടത്തിയ ഒരു ആക്ടറാണ്. ഈ ജാതി പേക്കൂത്തിലൊക്കെ കയറി അഭിനയിക്കണോ? ആൻഡ് ഇതിൽ ഒരു നായികയുണ്ട്, എന്റെ പൊന്നോ, ആ കൊച്ചിന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് ആരോ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ച പോലെയാണ്. ജീവൻ പറഞ്ഞ സാധനമില്ല. നായികയ്ക്ക് വയ്യ, നായകന് വയ്യ, വില്ലന് തീരെ വയ്യ. കാടിവെള്ളത്തിൽ ലേശം ബൂസ്റ്റ് ഇട്ട് കലക്കി കൊടുക്കുക എല്ലാവർക്കും. ഒന്ന് ആക്റ്റീവ് ആവട്ടെ. തന്ത ചാവാൻ കിടക്കുന്നുണ്ടെങ്കിലും മകന് പ്രേമമാണ്. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. അച്ഛൻ മകൻ പാസുണ്ട്. അച്ഛൻ ബിരിയാണി വാരിക്കൊടുക്കണു, മകൻ ബിരിയാണി വാരിക്കൊടുക്കണു. പരസ്പരം സീരിയലാണ്. അപ്പൊ ഓർമ്മ വന്ന്, മുട്ടപ്പപ്സ് ഉണ്ടോ? ഇല്ല, കൊഴുക്കട്ടയുണ്ട്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയാം, മുങ്ങാൻ പോണ ടൈറ്റാനിക് ആണെങ്കിലും അടിച്ചിരിക്കുന്നത് ഭയങ്കര ലക്ഷറി പെയിന്റ് ആണ്. മറ്റേ നറേഷൻ അല്ലെങ്കിൽ വോയിസ് ഓവർ ഒക്കെ നടത്തുന്നത് വെട്രിമാരനാണ്.